നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരെ എന്ത് ആക്ഷനാണ്, എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ അവരെന്ത് ആക്ഷനാണ് എടുക്കുക, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി, ഓവറോൾ എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നോക്കുകയെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി, പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അതനുസരിച്ച് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോ, 1, 2, 3 ഏത് കാണുന്ന കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. ഒന്നാമത്തെ കാർഡാണ്, ഇത് ഓവറോൾ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ കാർഡ് എടുത്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഏത് കാർഡ് ഏതെങ്കിലും മറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. നമുക്ക് കിട്ടിയേക്കുന്നത് 4 കാർഡുകളാണ്, 2, 3, 4. അപ്പോൾ ഒന്നാമത്തെ കാർഡ് പറയുന്ന തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ തൃക്കണ്ണ്, മൂന്നാം തൃക്കണ്ണ് നെറ്റിയിലാണെന്നാണ് പറയുന്ന ഒരു മർമ്മം അല്ലെങ്കിൽ ഒരു ചക്ര. അപ്പോൾ ആ ഒരു ചക്ര ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം നമുക്ക് തരുന്ന എന്താ പറയുക ഗൈഡൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. ഇപ്പം നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കും നമ്മളല്ലേ, പക്ഷേ ആ പോകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ജാഗരൂകരായിരിക്കണം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡിൽ. മൂന്നാമത്തെ കാർഡ് പറയുന്നത് ബുൾ, നന്ദി. അപ്പോൾ നമ്മൾക്ക് സ്പിരിച്വാലിറ്റിയും അതുപോലെ ക്ഷമയും കൊണ്ട് മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ കാർഡ് ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ക്ലെൻസിങ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്തിരി ടോക്സിക് ആണെന്നാണ് പറയുന്നത്. അത് ടോക്സിസിറ്റി നിങ്ങളുടെ സൈഡിൽ നിന്നാവാം, നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്നാവാം. എന്തായാലും ടോക്സിക് സിറ്റുവേഷൻ ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കെയറിങ്ങും പ്രൊട്ടക്റ്റീവുമായിട്ടുള്ള ഒരു എനർജിയാണിത്. വാട്ടർ സൈനാണ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇമോഷണലി ഈ രാജാവ് അധികം ഇമോഷണൽ അല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാജാവ് ഇരിക്കുന്ന രാജാവിൻ്റെ സിംഹാസനം
കടലിലാണ്. അപ്പോൾ ഈ തിരയടിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാജാവിൻ്റെ കയ്യിൽ ഒരു ചഷകമുണ്ട്. അതിനകത്ത് വീഞ്ഞായിരിക്കാം, എന്തും വെള്ളമായിരിക്കാം, എന്തുമായിരിക്കാം. അപ്പോൾ രാജാവ് വളരെ ഉറച്ചാണ് ഇരിക്കുന്നത്. ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചുറ്റും അലകടൽ ഇളകുകയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിലും അതുപോലെ തന്നെ അലകടൽ എന്താ പറയുക ഇളകുന്നുണ്ട്. പക്ഷേ അത് മുഖഭാവത്തിലോ പെരുമാറ്റത്തിലോ കാണിക്കാതെ വളരെ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ സിറ്റുവേഷനിൽ പുറത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ, നിങ്ങളുടെ മനസ്സുകളിലും പ്രശ്നങ്ങളുണ്ട്, ഇമോഷണൽ പ്രശ്നങ്ങൾ. പക്ഷേ അത് മറ്റാരും അറിയാതെ സൂക്ഷിക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് നിങ്ങൾ ഭയങ്കര പൊസസീവ് ആണെന്നാണ് പറയുന്നത് രണ്ടുപേരും. ഇതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഒരു ഷഫിളും കൂടെ ചെയ്തിട്ട് നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ എന്താണ്. ഏസ് ഓഫ് സ്വേർഡ്സ്. ഇവിടെ എന്തോ ഒരു ക്ലാരിറ്റി, ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളോടി പ്രശ്നമുണ്ടോ, ഒരു ഭയങ്കര ഇമോഷണലി സ്ട്രെസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട്. വളരെ ഇമോഷണലി ഇമ്മച്വേർഡ് ആണ്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു എനർജി. പക്ഷേ അതെന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന് മറ്റേയാൾക്ക് മനസ്സിലാകുന്നില്ല. ചില സമയത്ത് നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ ഇമോഷൻസ്, കൂടെ താമസിക്കുന്ന ആളുകളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവില്ല. അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു ന്യൂ ബിഗിനിങ്, ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന പോലെ. ഓക്കെ, ഈ ഫൂൾ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരാളെ മറ്റേ ആളെ ഫൂളാക്കുന്നത് പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഫൂൾ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എടുത്തുചാട്ടം, ചിന്തിക്കാതെ വളരെ ഇമ്മച്വേർഡ് ആയ ഒരു എനർജി പോലെയാണ് കാണിക്കുന്നത്. ഇത് ഒരു തോന്നലിൽ അങ്ങോട്ട് എടുത്തു ചാടി പുറപ്പെടുന്ന ഒരു എനർജി പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ഏത് ചൂസ് ചെയ്യണം ഒന്നും ഒരു പിടുത്തവും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ കൺഫ്യൂഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. പല കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഡീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആരോടും ഒരു പ്രോബ്ലംസും ഷെയർ ചെയ്യാതെ എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ്. വളരെ സീക്രട്ടീവായിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സണ് എന്തൊക്കെയാണ് ഇഷ്ടം, പേഴ്സൺ എന്താണ് ഇഷ്ടമില്ലാത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം ഈ പേഴ്സൺ ഒരിക്കലും പറയാറില്ല. മനസ്സിലായോ? നിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില സമയത്ത് നിനക്ക് ഇത് ഇഷ്ടമല്ലേ, ഇത് ഇഷ്ടമാണെന്ന് പറയും. പക്ഷേ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ആകുന്ന ഒരു കള്ളത്തരം കൂടിയാണ്. നമ്മൾ ഒരിക്കലും മറ്റേയാളെ മനസ്സിലാക്കരുത്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ രണ്ട് തരം പെരുമാറ്റമുണ്ട്, രണ്ട് മുഖങ്ങളുണ്ട്. ഒരു മുഖം മാത്രമേ നിങ്ങൾ കാണാറുള്ളൂ. മനസ്സിലായോ? വേറൊരു മുഖമുള്ള ഒരാളാണ് ഈ പേഴ്സൺ. പെണ്ണായാലും ആണായാലും നിങ്ങൾ കൂടെ ഇല്ലാത്തപ്പോൾ വേറൊരു മുഖം ഉണ്ട് ഈ പേഴ്സൺ, വേറൊരു സ്വഭാവമുണ്ട് ഈ പേഴ്സൺ. വളരെ സീക്രട്ടീവായ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പ്രശ്നമില്ലാതിരിക്കാൻ എല്ലാത്തിനും കയറി യെസ് മൂളുന്നൊരു എനർജിയാണ്. എനിക്ക് കുഴപ്പമില്ല, അത് മതി, ഇത് മതി എന്ന് പറയുന്നത്. എന്നാൽ സ്വയം ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷേ മറ്റുള്ളവരോട് അഭിപ്രായം പറയാത്ത, പ്രശ്നങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ. എപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന, അധികം സംസാരിക്കാത്ത, കാര്യങ്ങൾ തുറന്ന് പറയാത്ത, നിങ്ങളോടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്ന് പറയാത്തൊരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ക്യാൻസർ, അക്വേറിയസ്, ഈ രണ്ട് കാർഡാണ് വന്നേക്കുന്നത്.
അപ്പോൾ ഈ പേഴ്സണ് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മുമ്പിൽ. അതിലേത് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഈ പേഴ്സൺ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള വേറൊരു ജീവിതം ജീവിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായി? ഇവിടെ ഭയങ്കര ടോക്സിസിറ്റിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ പേഴ്സൺ എന്താണ് ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ? ഒട്ടും ഹാപ്പി അല്ല, ഇമോഷണലി ഇമ്മച്യൂർഡ് ആണ്. നിങ്ങളെ പറ്റിക്കുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വളരെ സീക്രട്ടീവായിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. ഇവിടെ ലിയോ ഉണ്ട്. ലിയോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ ഭയങ്കര നിങ്ങളെ പൊതുവെ ഈ പേഴ്സണെ നോക്കുമ്പോൾ ആൾക്കാർ അയ്യോ പാവമാണ്, ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണിത്, ഭയങ്കര സാധുവാണെന്ന് പുറമേ തോന്നിക്കുന്ന, മറ്റുള്ളവർ ചെറുപ്പമായിരിക്കുമ്പോൾ മറ്റുള്ളവർ അച്ഛന്മാരും അമ്മമാരും ഇവനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ ഇവളെ കണ്ടുപഠിക്കുന്ന പറയുന്ന ഒരു എനർജിയാണിത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും വളരെ സമ്മതയായ ഒരു എനർജിയാണ്. പക്ഷേ സീക്രട്ടീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന അവസാനം ചെന്ന് കലമടയ്ക്കും. അങ്ങനെ ആൾക്കാർ പൊക്കി തല വെച്ച് അവസാനം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എല്ലാവരുടെ മുമ്പിലും ഒരു അപഹാസ്യനാവുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുക. ഇങ്ങനെ ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വളരെ സമർത്ഥമായിട്ട് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് ഈ പേഴ്സൺ. മനസ്സിലായോ? വളരെ മാനിപ്പുലേറ്റീവായ ഒരു എനർജിയാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകാത്ത തരം കൺട്രോളാണ് ഇവിടെ. ഒരു തേർഡ് പാർട്ടി കണക്ഷനൊക്കെ വളരെ സമർത്ഥമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ വളരെ സമർത്ഥമായിട്ട് പറ്റിക്കുന്നുണ്ട്. വളരെ ഇൻസെക്യൂർഡായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ചില കാര്യങ്ങൾ ഈ പേഴ്സൺ ഇഷ്ടമല്ലെങ്കിലും അത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് കുട്ടികളില്ലേ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഞ്ഞുങ്ങളില്ലാത്തൊരു പ്രശ്നമുള്ള പോലെ ഒരു കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഈ എനർജി കേട്ടോ. ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇവിടെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല, ഇല്ലാത്ത സന്തോഷം അഭിനയിക്കുന്ന ഒരു എനർജിയാണിത്. ഭയങ്കര പ്രൗഢമായ ഒരു എനർജിയാണ്. പക്ഷെ മറ്റുള്ളവരെ അതറിയാതെ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഈ പേഴ്സണ് വേറെ പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഒരിക്കലും അറിയാണ്ടാത്ത കുറേ കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? മേ ബി ചിലപ്പോൾ ആക്ഷൻ എടുക്കും. ഇതൊരു മാരേജ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് ഇവിടെ. കാരണം ഇവിടെ ഹെയർ ഓഫ് ഹാൻഡ് ആണ്. ഹെയർ ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ മാരേജിൻ്റെ കാർഡാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊരു അപ്പോൾ ഈ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ കൺഫ്യൂഷൻ കാണിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ രണ്ടാം വിവാഹമായിരിക്കാം. രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആയിരിക്കാം. രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ ഭാര്യ മരിച്ചതോ ഭർത്താവ് മരിച്ചതോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു രണ്ടാം വിവാഹത്തിൻ്റെ ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു വിവാഹാലോചനയായിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ പരിചയമുള്ള രണ്ടുപേരായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു നിങ്ങളെ കല്യാണം കഴിക്കാനുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതുവരെ വിവാഹത്തിനെ കുറിച്ചോ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചോ ഒരു സംസാരം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കെല്ലാം സമ്മതയായ ഒരു എനർജിയാണിത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാത്തൊരു എനർജിയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ടോറസ് സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് ഇവരെടുക്കുക? ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ ഒരു 2 ക്വീൻസിനെ കാണിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഒരു ക്വീനിനെ ഉപേക്ഷിച്ചിട്ട്, അപ്പോൾ ഏതോ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ് ആയിട്ട് ഇപ്പോഴും കണക്ഷൻ ഉള്ള ഒരു എനർജി ആയിരിക്കും. ആ തേർഡ് പാർട്ടി കണക്ഷനെ ഈ പേഴ്സൺ ഉപേക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനോട് മുഖം തിരിച്ചിരിക്കാൻ ഈ പേഴ്സൺ
നോക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. കാരണം ഒരു തീരുമാനം എടുക്കണം ഈ പേഴ്സണ്. അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരിൽ നിന്ന് അകന്ന് കുറച്ച് ദിവസം ഈ പേഴ്സൺ താമസിക്കും. പക്ഷേ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? നിങ്ങളുമായിട്ട് ചിലപ്പോൾ മെസ്സേജിങ്ങും കോളും ഉണ്ടാവും. പക്ഷെ നിങ്ങളെ മീറ്റ് ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യില്ല. നിങ്ങളായിട്ട് നോ കോൺടാക്റ്റ് പോകുന്നില്ല. പക്ഷേ ഈ പേഴ്സൻ്റെ ഫാമിലി, ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സ് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് നേരം. എന്ന് വെച്ചാൽ നിങ്ങളെ വിവാഹം കഴിക്കണം എന്നല്ല, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആ പേഴ്സൺ എല്ലാത്തിൽ നിന്നും കുറച്ച് നാൾ അകന്ന് നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. മനസ്സിലായി? കുറച്ച് നാൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിൽ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പേടിക്കണ്ട, ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. നമുക്ക് ഇവിടെ സോഡിയാക് സൈൻ, ഇവിടെ വെർഗോ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ സോഡിയാക് സൈനും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഓക്കെ, അപ്പം നമ്മളിനി രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ്. ഇത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ടോക്സിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ക്ലെൻസ് ചെയ്യണം. പിന്നെ അന്ധമായിട്ടൊരു കാര്യത്തിനെയും വിശ്വസിക്കരുതെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ കാർഡ് റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഭഗവാനെ ശിവായ ഓം നമ 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 ശിവായ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന്, ഇമോഷണൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പെരുമാറണം, ലോജിക്കലായിട്ട് പെരുമാറണം. ഇമോഷൻസിൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കരുത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസെക്യൂർഡ് ആയിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് പുറത്തുള്ള ശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ പേടിയെല്ലാം മാറാനായിട്ട് ദൈവത്തിനോട് മാറ്റിത്തരാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. പിന്നെയുള്ളത് ഭോലേനാഥ്, ബീയിങ് പൊളൈറ്റ്, എല്ലാവരോടും സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നു. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കരുത്. മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടി, നമ്മളുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് വന്ന ഓറക്കിൾ മെസ്സേജസ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആവാം, ഇതൊരു സത്യം വെളിപ്പെടലാവാം, ഇതൊരു ലീഗൽ കേസ് ആവാം, ഇതൊരു ഡിവോഴ്സിൻ്റെ സിറ്റുവേഷനിലേക്ക് പോകുന്നതാവാം. എന്തായാലും ഒരു ന്യായം ആണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ന്യായം ആണ്. അപ്പോൾ ഇവിടെ ന്യായാന്യായങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും എപ്പോഴും ഫൈറ്റ് ചെയ്യും. ഞാനാണ് ശരി, എൻ്റെ സൈഡാണ് ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ രണ്ടുപേരും? ഇത് നിങ്ങൾക്കൊരു ചോദ്യചിഹ്നമാണോ? ആരുടെ സൈഡിലാണ് ന്യായം? എനിക്ക് ന്യായം ലഭിക്കുന്നില്ല എന്നൊരു ചിന്ത ആരുടെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ കാണിക്കുന്ന ലീബ്ര സോഡിയാക് സൈൻ ആണത്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തു നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നത്? അല്ലെങ്കിൽ ഒരാൾ മറ്റേയാളോട് സത്യങ്ങൾ തുറന്ന് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നും പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മറയൊന്നുമില്ല എന്നും കൂടെ വരാം. ഇവിടെ ഹെയറോഫാൻറ്റ് വന്നിട്ടുണ്ട്. കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണിത്. മാരേജ് ആണ് കാണിക്കുന്നത്. ടോറസ് സോഡിയാക് സൈൻ ആണത്. പക്ഷേ 4 ഓഫ്
പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പം മാരേജ് ഒരു ചേർത്ത് പിടിച്ചിരുന്ന ഒരു കാര്യത്തിനെ കൈവിട്ട പോലെ എന്ന് വെച്ചാൽ വിട്ടുകളഞ്ഞു. മനസ്സിലായി? നമ്മൾ നീ 4 ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റ് വരുമ്പോൾ ചേർത്ത് പിടിച്ച് മുറുക്കെ പിടിച്ച് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കയ്യിൽ നിന്ന് വിട്ടുകളഞ്ഞു. ഇനി എനിക്ക് വേണ്ട എന്നൊരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ലാസ്റ്റ് ഷഫിളാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നെഗറ്റീവ് കാർഡ്സ് മാത്രം വരുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? പോസിറ്റീവ് കാർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ചില റീഡിങ്ങിൽ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. ഇത് 2 ഇമ്മച്യൂർഡായ എനർജീസാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് മക്കളാണോ? മക്കൾ 2 പേര്. ഒരാൾ കുറച്ച് ഉഴപ്പുള്ള ഒരാൾ, മറ്റേ ആൾ കുറച്ച് ഇമോഷണലായ ഒരാൾ. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ 2 ആളുകളുണ്ട്, മാരീഡ് അല്ലാത്ത ആളുകൾ. നിങ്ങൾ മാരീഡാണ്, നിങ്ങൾ പേഴ്സൺ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം. അവരുടെ ലൈഫിൽ 2 യങ് എനർജീസ് ഉണ്ട്, അൺമാരീഡ് ആയ എനർജീസ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഇതാരുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് വേണം, ആരുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്ന ഒരു ചിന്ത ഇവിടെയുണ്ട്. അപ്പോൾ ഒരു ഓഫറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് ഡിവോഴ്സിൻ്റെ ചർച്ച നടക്കുന്നുണ്ടോ? അത് നിങ്ങൾക്കറിയാമോ ഈ സിറ്റുവേഷൻ? അപ്പോൾ നിങ്ങളോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവരിൽ ആരെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? പക്ഷേ ഇവർ 2 പേരും അത്ര കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന 2 നോൺ കമ്മിറ്റൽ എനർജീസാണ്. ഇവർ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നവരല്ല. ഇവർ സ്നേഹം ഓഫർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ പേഴ്സണ് പൈസയും ഓഫർ ചെയ്തിട്ടില്ല. ഒരു പുതിയ തുടക്കമൊന്നും ഇവർ ഓഫർ ചെയ്തിട്ടില്ല. 2 പുതിയ തുടക്കം, 2 റിവേഴ്സാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കുറേ നാളായിട്ടുള്ളതായിരിക്കാം, പുതിയതാവാൻ വഴിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ഓവർ കമ്മിറ്റഡ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളാവാനും വഴിയുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് മക്കളോടൊട്ടും സ്നേഹമില്ലാത്ത പോലെ, ഇവർക്ക് പൈസയായി കൊടുത്ത് സഹായിക്കില്ല, ഇവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കുന്നില്ല, ആവശ്യമുള്ള സ്നേഹം കൊടുക്കുന്നില്ല. കാരണം ഈ പേഴ്സണ് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് കുറേ ഉള്ള പോലെ. ഇതൊരു സ്ത്രീയാവാം, പുരുഷനാവാം നിങ്ങളുടെ പേഴ്സൺ, അറിയില്ല. എന്തായാലും ഇവിടെ കുറേ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതാരാണ് ഈ 2 എനർജീസും നോക്കട്ടെ. ഈ കിങ്സും നൈറ്റ്സും ക്വീൻസും ഒക്കെ വരുന്നത് നമ്മുടെ ലൈഫിലുള്ള ആളുകളാണത്. നോക്കാം ആരാണ്. നൈറ്റ് ഓഫ് കപ്സ് ആരാണ്? ഇതൊരു ഇത് പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത പേഴ്സൺ, ഒരിക്കലും സമ്മതിക്കാൻ ഇടയില്ലാത്ത ഒരു മകനാവാം. മനസ്സിലാവും? അപ്പോൾ മറച്ചു വെക്കുന്ന, സീക്രട്ടായിട്ട് വെച്ചേക്കുന്ന ഒരു എനർജിയാണത്. 3 ആൺകുട്ടികളുള്ള പോലെ ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഈ പേഴ്സൺ ഇഷ്ടംപോലെ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്, ഒരാളെ തഴഞ്ഞിരിക്കുകയാണ്, അയാൾക്കൊന്നും കൊടുക്കുന്നില്ല, സ്നേഹവുമില്ല, ഒന്നുമില്ല. ഒരാളോട് മാത്രമേ ഉള്ളൂ സ്നേഹവും, അയാളെ മാത്രമേ സഹായിക്കുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് ചിലപ്പോൾ അയാളുടെ
അമ്മയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ അയാളുടെ അച്ഛനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇഷ്ടം പോലെ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉള്ള അല്ലെങ്കിൽ അഭിതമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പല കാര്യങ്ങൾ കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ പല ഫാമിലീസിനെ നോക്കാനുള്ള ഫിനാൻഷ്യൽ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന ഒരു കാര്യം നിങ്ങളോട് ഒന്നുമില്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഡിവോഴ്സ് ചെയ്യാൻ പറയുമായിരിക്കും. കാരണം ഇതൊക്കെ പിള്ളേർ വലുതായപ്പോൾ ഇത് സീക്രട്ടായിട്ട് ഇരിക്കുന്നില്ല, ഇത് പുറത്തേക്ക് വരും. ഈ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പബ്ലിക് നോളജ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആകെ കാണിക്കുന്ന വെർഗോവും പൈസസുമാണ്, പിന്നെ ലീബ്ര, ടോറസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളായിട്ട് വഴക്കുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാം സീക്രട്ടായിട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ. അപ്പം നിങ്ങളോട് സത്യം തുറന്ന് പറയുന്നില്ല, അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും സത്യം തുറന്ന് പറയാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, നേരെ ഡിവോഴ്സിലേക്കാണ് പോകുന്നത്. കാരണം ഇത് വലിയൊരു ഫൈറ്റിലേക്ക് പോകും. നിങ്ങളുടെ വീട്ടുകാർ ഇവരുടെ വീട്ടുകാരെല്ലാം അറിയും. വളരെ സീക്രട്ടായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും പുറത്ത് വരുമെന്ന് അറിയുന്നത് കൊണ്ട് അതിൻ്റെ മുമ്പേ ഈ റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടൊന്നും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? ഇതെങ്ങനെ ഇത് ഒരു ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തെടുക്കാമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കാൻ ആഗ്രഹിക്കാത്തത്? പണത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട്, ഈ പണം ഇടപാടുകൾ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഇത് ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പല അക്കൗണ്ട്സിലേക്ക് പണം പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ സമ്പാദിക്കുന്ന പണമെല്ലാം പല വഴിക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്കറിയില്ല ഏത് വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചോദ്യം ചെയ്തപ്പോഴായിരിക്കും ഈ പ്രശ്നത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും വന്ന് കയറിയത്. മനസ്സിലാണോ? അപ്പോൾ ഇവിടെ നിങ്ങളോട് തുറന്ന് പറയാൻ ചിലപ്പോൾ ഈഗോ കൊണ്ടാവാം, ചിലപ്പോൾ വാശി കൊണ്ടാവാം, ചിലപ്പോൾ എങ്ങനെ ഇത് അക്കൗണ്ട് ചെയ്യും എന്നൊരു സംശയമുള്ളതുകൊണ്ടായിരിക്കും. ഇത്രയും പൈസ എവിടെ പോയി? ചെറിയ എമൗണ്ട്സ് അല്ല, കുറേ അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. ഇപ്പോഴായിരിക്കും നിങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ പഴയ കഥകളൊക്കെ നിങ്ങളോട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക്. ആ കൺഫ്യൂഷൻ അവിടെ നിന്നോട്ടെ, എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല എന്നൊരു തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എടുത്തേക്കുന്നത്. ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ, അക്വാരിയസ്, ക്യാൻസർ, ഇത്രയും സോഡിയാക് സൈൻ ആണ്. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? നിങ്ങളോട് പറയാനായിട്ട് ചാൻസ് ഉണ്ടോ? നോ, ഇവർ പറയില്ല. മനസ്സിലാണോ? ഇവർ സീക്രട്ടീവായിട്ട് തന്നെ വെക്കുകയുള്ളൂ. അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്, അത് എല്ലാവരോടും ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണിത്. ഒരു സ്ത്രീ ആവാം, അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വഭാവമുള്ള ഒരു പുരുഷനാവാം. അത് എന്തായാലും എന്ത് ആക്ഷനാണ് ഇവരെടുക്കുക? നിങ്ങളോട് പറയാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ്. നിങ്ങൾ അറിയരുതെന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങളുടെ മുമ്പിൽ വില പോകുമെന്നായതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. പക്ഷെ ഒരു സ്റ്റാൻഡ് എടുക്കും. അതിന് നിർബന്ധിതയാവുകയോ ചെയ്യും ഈ പേഴ്സൺ. ഒരു സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾ ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും. ഭയങ്കര സ്ട്രെസ്സാണ് ഇത്. പബ്ലിക് നോളജ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാവും, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഇതിങ്ങനെ വന്നതിൽ. പക്ഷേ ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും. അതിൽ ഭയങ്കരമായിട്ടുള്ള റിഗ്രറ്റ് ഉണ്ടാവും ഈ പേഴ്സണ്. പക്ഷേ ഇവിടെ നിന്നിട്ട് ഇതെല്ലാവരും അറിഞ്ഞ് ഭയങ്കര പ്രശ്നമാകുന്നതിന് പകരം ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് നല്ലത് എന്നൊരു തീരുമാനമാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എത്ര ചോദിച്ചാലും ഈ പേഴ്സൺ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരില്ല. അതാണ് ഈ പേഴ്സൻ്റെ തീരുമാനം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇവിടെ സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ബാക്കി ഞാനെല്ലാം പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ റീഡിങ്ങിലേ ഞാനിങ്ങനെ ശത്രു സംഹാര പൂജയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശത്രുക്കളെ സംഹരിക്കലല്ല എന്നൊരാൾ പറഞ്ഞു. ശത്രുക്കളെ സംഹരിക്കലല്ല, അവർ നമ്മൾക്കെതിരെ ചെയ്യുന്ന ഒരു കാര്യവും എന്താ പറയുക, നമ്മൾക്ക്
ഏൽക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ശത്രു സംഹാരം പൂജ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരോ അതിനെക്കുറിച്ച് എന്തോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫൈനൽ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സും അവരുടെ നെക്സ്റ്റ് ആക്ഷനുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. കാർഡ്സ് രണ്ടും കൂടെ ചേർന്നൊന്നും വീഴുന്നില്ല. ഒരു ഷഫ്ലം കൂടെ ചെയ്യാം നമുക്ക്. ഒരു കാർഡ് ഇവിടെ വീണിട്ടുണ്ട്. എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ എന്ന് പറഞ്ഞാൽ യോഗ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് നമ്മളുടെ മനസ്സിൻ്റെ കൺട്രോളിനും ഇമോഷണൽ കൺട്രോളിനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. വേറെ ഏതെങ്കിലും ഒരു ഗംഗ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഗംഗാ നദി ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തോ കാര്യത്തിന് പോയതാണ്, സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കഥ എനിക്ക് അറിഞ്ഞുകൂടാ. തിരിച്ചു വരുന്ന ഗംഗ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര പവർഫുള്ളാണ്. ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭൂമി മൊത്തത്തിൽ ഇളകും. അപ്പോൾ അതുകൊണ്ട് ആ ഗംഗയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഒരു കഥ അങ്ങനെയാണ് പറയുന്നത്. താങ്ങി നിർത്താൻ വേണ്ടി നമ്മൾ ജടയിലേക്ക് ഇറങ്ങിക്കോളാൻ പറയും ശിവഭഗവാൻ. രണ്ടാമത്തെ ഒരു ഇത് ഞാൻ ശിവപുരാണത്തിൽ കണ്ടത്, ചിലർ എഴുതിയേക്കുന്ന യൂട്യൂബിൽ ഗംഗയെ ശിവഭഗവാൻ ജടയിൽ ഒളിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് സത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. എന്തായാലും ശിവൻ ജടയിൽ ഗംഗയെ ഒളിപ്പിക്കുന്നുണ്ട്. അത് ജടയിലാണ് ഗംഗ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഭൂമിയിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അപ്പോൾ എന്താ ഇത് പറയുന്നത് വെച്ചാൽ, പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ വിഘ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് ഈ കാർഡ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ്, നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോൾ ആ വഴിത്തിരിവിൽ നിങ്ങൾക്ക് ശരിയായ പാത, നിങ്ങൾക്ക് ഉന്നമനത്തിനുള്ള ഒരു പാത നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ അതിൽ ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു വഴിത്തിരിവിലായിരിക്കാം. ഇത് മുമ്പോട്ട് പോകണമോ ഇത് വേണ്ടയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ. എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി. ക്വീൻ ഓഫ് വാൻസ്. ഈ ക്വീൻ ഓഫ് വാൻസിന് ടാരോ റീഡിങ്ങിലൊരു വളരെ കോൺഫിഡൻ്റ് ആയ, നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് മറ്റുള്ളവരോട് ഇടപെടാൻ പറ്റുന്ന, വളരെ ചാമിങ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുക. ഇത് പക്ഷേ ഒരു വളരെ കോൺഫിഡൻ്റ് ആയ, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു എനർജി ആയിട്ട് കാണും. ഇവിടെ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷനുമായിട്ടും കാണിക്കും. അപ്പോൾ ഇത് വളരെ കോൺഫിഡൻ്റ് ആയ ഒരു എനർജിയാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത് ഒരു പുറംപൂച്ചാണ്. ഇവർ ഭയങ്കര ഇൻസെക്യൂർഡ് ആയ ഒരു എനർജിയാണ്. മനസ്സിലായി? ഇത്രയും വളരെയധികം ഭയമുള്ള, ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു എനർജിയാണിത്. പക്ഷേ പുറമേ കാണിക്കുമ്പോൾ എനിക്ക് സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റും എന്ന ഒരു ഇത്, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ ഭയങ്കരമായ പേടിയുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറംപൂച്ചായിരിക്കും കൂടുതൽ. ശരിക്കുമുള്ള പ്രശ്നങ്ങൾ ആരും അറിയാതെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന രണ്ടുപേരായിരിക്കാം ഇത്. അത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് കേട്ടോ. കാരണം ഈ എന്താ പറയുക, കരയുക അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ സങ്കടം, ദുഃഖം, ഇതെല്ലാം വീക്ക്നെസ് ആയിട്ട് കണക്കാക്കുന്ന എനർജിയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലൊതുക്കി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറുന്ന ഒരു എനർജിയും കൂടിയാണിത്. ഓക്കെ, ക്ലാരിറ്റി. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ഒരു പ്രശ്നവും അറിയിക്കരുത്, മറ്റുള്ളവർക്ക് ഒരു കൺഫ്യൂഷനും കൊടുക്കരുത്. എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എന്ന് മറ്റുള്ളവർ വിചാരിക്കണമെന്ന് വിചാരിക്കുന്ന എനർജിയാണിത്.
ക്യാൻസർ, Pisces, Scorpio. ഇമോഷണലി കുറച്ച് പ്രശ്നമുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമോഷണലി ഭയങ്കര പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു ഷഫിളും കൂടെ നമുക്ക് ചെയ്യാം. എന്നിട്ട് കാണിച്ചെടുക്കാം. Communication, emotional immaturity, ഈ പേഴ്സണ് ഇഷ്ടംപോലെ ഫൈറ്റ്സ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടംപോലെ പ്രശ്നങ്ങളിൽ കൂടെയാണ് പോകുന്നത്. ഒട്ടും ഹാപ്പി അല്ല ഇപ്പോൾ. ഭയങ്കര ഇമോഷണലി ഭയങ്കര പ്രശ്നമുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു പുതിയൊരു പ്രശ്നം ഈ പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉള്ള പോലെ, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലാണ്. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലായിരിക്കാം നിങ്ങൾ തമ്മിൽ ഫൈറ്റ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ ഇത് നിങ്ങളുടെ പേഴ്സണും അവരുടെ ഫ്രണ്ട്സും അങ്ങനെ കുറേ പേര് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുള്ളത് തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടെന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അത് പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കാനും നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇതെന്താണ് ഈ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തമ്മിൽ അവരെ ഒഴിവാക്കിയിട്ട് ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി പോലെയാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത്. ഞാൻ തിരിച്ചു വെച്ചു, എന്നിട്ടും നെഗറ്റീവ് കാർഡ് വന്നതുണ്ടോ? അപ്പോൾ മൂവിങ് ഓൺ. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഈ തേർഡ് പാർട്ടി കണക്ഷനിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. ഇത് വേൾഡ് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ അവസാനം ഇവിടെ സംഭവിക്കുന്നില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും, നിങ്ങൾ വഴക്കിട്ടാലും ചുറ്റുമുള്ളവർ വഴക്കിട്ടാലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ലിയോ, ഇത്രയും സോഡിയാക് സൈനാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ജഡ്ജ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, വളരെ ഡിഫിക്കൽട്ടായൊരു ഡിസിഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഈ പേഴ്സൺ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓഫർ തരും. ചിലപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലാണെങ്കിൽ ഇപ്പോൾ എങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ആയിട്ട് റിലേഷൻഷിപ്പായിട്ട് മൂവ് ഓൺ, വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ വല്ലതും വരുന്നുണ്ടോ? എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനുണ്ട് പേഴ്സണ്. നിങ്ങളെയും വേണം, തേർഡ് പാർട്ടിയെയും വേണം. ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടായൊരു ഡിസിഷനാണ്. നിങ്ങൾക്ക് തൽക്കാലം ഒരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് അത്ര എന്നിലേക്ക് അറ്റൻഷൻ വേണ്ട എന്നാണ് നിങ്ങൾ പേഴ്സൺ തീരുമാനിക്കുന്നത്. ഇപ്പം നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്താൽ ഇത് വലിയൊരു പ്രശ്നമാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ ഡിസിഷൻ എന്തിനെക്കുറിച്ചുള്ള ഡിസിഷനാണത്? ഒരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല. അത്രയും സ്ട്രെങ്ത് ഇല്ല ഈ പേഴ്സണ്. വിവാഹം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണോ, തേർഡ് പാർട്ടി വേണോ എന്നുള്ളൊരു ഡിസിഷനാണ് എടുക്കാനുള്ളത്. പക്ഷേ വിവാഹം ഉപേക്ഷിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കണം. അതിപ്പോൾ തൽക്കാലം വേണ്ട, തൽക്കാലം റീകൺസിലിയേഷനിലേക്ക് പോകാം നിങ്ങളുമായിട്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇനി ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ നോക്കാമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്. ടോറസ്, സ്കോർപ്പിയോ സോഡിയാക് സൈനാണ്. ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ നിങ്ങളായിട്ട്? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ആക്ഷനാണ് എടുക്കുക എന്ന് നോക്കാം നമുക്ക്.
ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഇംബാലൻസ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരമില്ല, വഴക്കുണ്ട്, ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഈ പേഴ്സൺ നോക്കും. അപ്പോൾ നിങ്ങളോട് തൽക്കാലം തേർഡ് പാർട്ടിയെ കുറിച്ച് സംസാരിക്കും. തേർഡ് പാർട്ടി അങ്ങനെയാണ്, തേർഡ് പാർട്ടി ഇങ്ങനെയാണ്, എനിക്കിപ്പോൾ തേർഡ് പാർട്ടിയെ വേണ്ട എന്നൊക്കെ നിങ്ങളോട് വന്ന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാൻ ചാൻസ് ഉണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ പ്രശ്നമുണ്ട്, ഈ പേഴ്സണ് പൈസ കുറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളായിരിക്കാം. ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് പൈസ കൊടുക്കുന്നത് നിങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ ഭയങ്കര സെൽഫിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് പ്രശ്നം ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് വന്നിട്ട് തൽക്കാലത്തേക്ക് ഒരു റീകൺസിലേഷന് ട്രൈ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്. പേഴ്സൻ്റെ അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി മൈൻഡ് ചെയ്യില്ല. പേഴ്സണ് പൈസ വെക്കുന്ന വരുന്നത് ഈ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ പുറകെ നടക്കാൻ മാത്രമേ സമയമുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ ജോലിയുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും സമയമില്ലാത്തൊരു എനർജിയാണ്. വളരെ സെൽഫിഷായൊരു എനർജിയാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളെ സോപ്പിട്ട് എല്ലാ പൈസ മുഴുവൻ മേടിച്ചെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളോട് വന്ന് പറയും ഈ പേഴ്സൺ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങളൊരു വഴിത്തിരിവിലാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണിത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണം ഈ റിലേഷൻഷിപ്പിൽ. മനസ്സിലായോ? ഇതിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു തീരുമാനം എടുത്തു, പക്ഷേ അതങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ട്, കുറച്ച് ഇൻസെക്യൂറാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ പറ്റിക്കുകയാണ്. തിരിച്ച് വന്നാലും അത് നല്ലതിന് വേണ്ടിയിട്ടല്ല വരുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. ടോറസ്, ലീബ്ര, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ബാക്കി സോഡിയാക് സൈനെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് വെച്ച് നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും തന്നനുഗ്രഹിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.